ഞാൻ ചിലപ്പോ എന്റെ വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കും എന്റെ മയ്യത്ത് കുളിപ്പിക്കണത് കാണേണ്ട ചുമരല്ലേ ഇത് എന്ന്. സത്യല്ലേ ഇത്? ഇന്ന് നിങ്ങളും ഞാനും കുളിക്കുന്ന വീട്ടിലല്ലേ അള്ളാഹു വേണ്ട ചെയ്താലും നമ്മളെ മയ്യത്താക്കിയിട്ട് കിടത്തിയിട്ട് കുളിപ്പിക്കുക. നമ്മൾ ഇന്ന് കുളിക്കുന്ന വീട്ടിൽ നാളെ നമ്മളെ നിലക്ക് കിടത്തുകയാണ്. അനങ്ങാന് വയ്യ, സോപ്പ് തേക്കാൻ കയ്യനങ്ങുന്നില്ല, ചകിരിത്തിപ്പെടുക്കാൻ കയ്യനങ്ങുന്നില്ല, വെള്ളം വലിക്കാൻ കയ്യനങ്ങുന്നില്ല. അവനെ കുളിപ്പിക്കാൻ ആളുകൾ വേണം. അവൻ അനങ്ങാതെ കിടക്കുകയാണ്. ചുടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ അവനെ കുളിപ്പിച്ച് അവനെ അതാ ശരീരം ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടി അവനെ കട്ടിലിൽ വെച്ച് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കുകയാണ്. ആദ്യത്തെ മരണത്തിന്റെ ശേഷമുള്ള ആദ്യത്തെ രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ യുവാവേ? ആദ്യ രാത്രി എന്നൊരു രാത്രിയുണ്ട് നമുക്ക് ജീവിതത്തിൽ. ഏതൊരു ചെറുപ്പക്കാരനും വിവാഹം ചെയ്ത് അവന്റെ ഇണയുമായിട്ട് ആദ്യമായി സന്ധിക്കുന്ന രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അതിനെയാണ് ആദ്യ രാത്രി എന്ന് മലയാളികളും ഫസ്റ്റ് നൈറ്റ് എന്ന് ഇംഗ്ലീഷുകാരും വിളിക്കുന്നത്. പക്ഷേ എന്റെ സഹോദരന്മാരെ, അതിനേക്കാൾ ഭീകരമല്ല. ഭീകരമായ ഒരാദ്യ രാത്രി ഒരു മനുഷ്യന് കടന്നു വരാൻ പോണില്ലേ? ഖബറിൽ കൊണ്ടുപോയി ആക്കി വെച്ചിട്ട് ബന്ധുക്കൾ മടങ്ങിപ്പോയ ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ്. മുകളിൽ മുഴുവൻ കല്ലിന്റെ വരികളാണ്, ഇടതുഭാഗത്ത് പാറയാണ്, വലതുഭാഗത്ത് പാറയാണെല്ലാം വെച്ച മണ്ണിന്റെ അടിയിലാണ്. മക്കളെവിടെ പോയി? എന്റെ മക്കളെ, ഇന്നലെ രാത്രി ഞാൻ വിരിപ്പിൽ കിടന്നപ്പോൾ കൂട്ടിപ്പിടിച്ചത് എന്റെ പൊന്നുമോളെയാണ്. ഞാൻ മുത്തം വെച്ചത് അവളുടെ കവിൾ തടത്തിലാണ്. എന്റെ മോളെവിടെ? ഇനി ഞാൻ ആ മോളെ കാണുമോ? അവള് ബാപ്പ എന്ന് വിളിച്ച് എന്റെ അടുക്കലേക്ക് അണയുമോ? അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, മക്കളോടും ബന്ധുക്കളോടുമൊക്കെ ഒരു പരിധി വെച്ച് മാത്രം അടുക്കണേ, പരിധി വിട്ടടുക്കാൻ പോകരുതേ. നീ അവരോട് യാത്ര പറഞ്ഞ് പിരിയേണ്ടവനാണ്. ഒരു പരിധി വെക്കണം. അല്ലാഹുവാണ് അഖിലമെന്ന് വിചാരിക്കണം. മക്കളോടും ദുനിയാവിലുള്ള മറ്റെന്തിനോടും ഒരു പരിധി അടുത്ത ബന്ധം, പരിധിക്കകത്തുള്ള ബന്ധം, പരിധി വിട്ട ബന്ധമുണ്ടാകരുത്. പരിധി വിട്ടുപോയാൽ ബന്ധം ഊക്കുകൂടിയാൽ ദുഃഖം ഊക്കുകൂടും. കൂടുതൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നേരത്ത് വിഷമം കൂടുതലായിരിക്കും. അതുകൊണ്ടൊരു പരിധി. ഇന്ന് വൈകുന്നേരം കണ്ടെങ്കിൽ കാണാ, നാളെ നേരം വെളുത്ത് ഒരു പരിധി, ഒരകല, ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കുട്ടികളെയും കുടുംബത്തെയും സ്നേഹിച്ചാൽ മതിയെന്ന്, അള്ളാഹുവിലെല്ലാം കണക്കാക്കി ജീവിക്കാൻ തയ്യാറായാൽ മതിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ മരണസമയത്തുള്ള വേദനയിൽ നിന്ന് അഭയം തേടാൻ അള്ളാഹുവിന്റെ റസൂല് പോലും നമ്മളോട് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, നീ മുഹമ്മദിന് മരണവേദന എളുപ്പമാക്കി തരണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. താൻ മുമ്പ് ചെയ്തതും ചെയ്യാൻ പോണതുമായ സകല കുറ്റങ്ങളും നബിയെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നുവെന്ന് പറഞ്ഞ റസൂൽ. മേറാജിന്റെ രാവിൽ അള്ളാനെ പോയി കണ്ടുവന്ന സൗഭാഗ്യമുണ്ടായ മനുഷ്യ കുടുംബത്തിലെ ഏക വ്യക്തിയായ റസൂൽ, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് പടക്കപ്പെട്ട റസൂൽ. ഖുലിഖ്തു മിൻ നൂറില്ല, ഞാൻ അള്ളാന്റെ നൂറ് കൊണ്ടാണ് പടക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, ഈ മുഹമ്മദിന് മരണവേദന ലഘൂകരിക്കണേ അല്ലാ, ഈ മുഹമ്മദിന് മരണവേദന ലഘൂകരിച്ച് തരണേ അല്ലാ. ആ റസൂലിന്റെ കിടപ്പറ പങ്കുവെച്ചത് കൊണ്ടായിരിക്കണം ആയിഷ ബീവി എന്ന പണ്ഡിതയായ സ്ത്രീരത്നം ദുആ ചെയ്യാറുണ്ടായിരുന്നുവത്രേ, അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിലി ഫഅഇന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യ. അല്ലാഹുവേ, നീ മജ്ജയിലൂടെയും എല്ലിലൂടെയുമാണ്, മാംസത്തിലൂടെയുമാണ് റൂഹിനെ പിടിക്കുന്നത്. അതുകൊണ്ട് നീ മരണകാര്യത്തിൽ എന്നെ സഹായിക്കുകയും എനിക്കത് എളുപ്പമാക്കി തരികയും ചെയ്യണേ എന്ന് പഠിപ്പുള്ള വിവരമുണ്ടായിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിന്റെ കൂടെ മണിയറ പങ്കുവെക്കാൻ സൗഭാഗ്യമുണ്ടായ ലോക സ്ത്രീത്വത്തിന്റെ ചന്ദ്രഗോളമേ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എനിക്കും മരണവേദന ലഘൂകരിക്കണേ. ഈ ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്നുകൊണ്ടാണ് അന്ത്യപ്രവാചകനായ ലോകഗുരു കണ്ണടച്ചത് എന്നത് ലോക ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ്. ലോകഗുരു കണ്ണടക്കുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിലാണ് അടുത്തിരിക്കുന്നത് മോളായ ഫാത്തിമയാണ്. ലോകം മുഴുവൻ കറുത്ത ദിനമായ ദുഃഖത്തിലേക്ക് കാണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന് വിവരം പഠിപ്പിക്കാൻ വന്ന റസൂല് തന്റെ
പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ റസൂല് പോലും പാത്രം വെച്ചുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് മുഖം തുടച്ചുകൊണ്ടായിരുന്നു മരണസമയത്ത് ജീവിച്ചിരുന്നത്. സദാ അല്ലാഹുവിന്റെ റസൂല് തന്റെ ഉമ്മത്തികളെ ഉപദേശിച്ചു, മരണത്തെ സൂക്ഷിക്കണേ, മരണത്തെ സൂക്ഷിക്കണേ. എന്റെ ഉമ്മത്തികളെ, നിങ്ങൾക്ക് 2 രോഗം വരാൻ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. ആ 2 പ്രശ്നങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. ക്യാൻസറും പ്രമേഹവുമല്ല റസൂല് ഭയപ്പെട്ട രോഗം. ഹുബ്ബുദ്ദുനിയ, 1 ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. 2 കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്, മരിക്കാനുള്ള വെറുപ്പ്. എന്നതാണ് മനുഷ്യന്മാർക്കുള്ള പ്രത്യേകത. ഇന്ന് മരിക്കാൻ റെഡിയാണോ എന്ന് എന്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. മരിക്കാനേന് പടച്ചവനെ പേടിച്ച് നടക്കണവനെ മാത്രമേ റെഡിയാവുള്ളൂ. അള്ളാനെ പേടിച്ച് നടക്കണവനല്ലാത്ത ഏത് മനുഷ്യനും മരണത്തെ ഭയപ്പെടും. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എഴുതിയാണ്ട് ഒപ്പിട്ടുതരാം. ഞാൻ അപ്പാണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ബേജാറാകാത്ത ആരാള്ളത്? ബേജാറാവില്ല എന്നൊക്കെ പറയും. മരിക്കണം പേടില്ല, കുറച്ച് ഭയമുണ്ട് എന്ന് പറയും. അങ്ങനെ പേടിയൊന്നുമില്ല, കുറച്ചൊരു ഭയം, അത്രേ ഉള്ളൂ എന്ന് പറയും. മരണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭയമാണ്. അള്ളാനെ പേടിച്ചു നടക്കണവന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ അല്ലാഹുവിന്റെ ലിഖായിലേക്ക് നീങ്ങുകയാണ്. റസൂല് പറഞ്ഞു, ദുന്യാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുകയാണ്. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്, മരിക്കാനുള്ള ആജ്ഞ, മരിക്കരുത് എന്ന ആഗ്രഹം അതുണ്ടാകരുത് എന്ന് റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ്. ബഖീഅ എന്ന മദീനയിലെ ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ റസൂലടക്ക് പോയിരിക്കാറുണ്ടായിരുന്നുവത്രേ. എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ. ബഖീഅ ഒരു ഖബർസ്ഥാന്റെ പേരാണ്. അർദ്ധരാത്രി ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഭാര്യമാരോട് വിട പറഞ്ഞ്, കുടുംബത്തോടെ വിട പറഞ്ഞ് അല്ലാഹുവിന്റെ തിരുദൂതർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്തിനെന്നറിയുമോ? എങ്ങോട്ടെങ്കിലും പോയി നാട് കാണാനല്ല. ബഖീഅ എന്ന ഖബർസ്ഥാനിൽ പോയിട്ട് നിലാവ് ഒഴുകി വരുന്ന രാത്രികളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് ആ ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ റസൂല് ആലോചനയിൽ മുഴുങ്ങാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുകയാണ്. മനുഷ്യന്മാരിങ്ങനെ മരിച്ചു കിടക്കുന്ന പള്ളിക്കാട്ടിൽ ഒറ്റക്ക് പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുക. പള്ളിക്കാട് കണ്ടാൽ തന്നെ മതി മനുഷ്യൻ നേരാവാൻ. അങ്ങനെ കിടക്കല്ലേ, മീസാങ്കല്ല് 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 മീസാങ്കല്ല്, അത് വാപ്പ, ഇത് ഉമ്മ, അത് മറ്റോൻ, അത് കുടുംബം, അതമ്മായി, അതമ്മായി കാക്ക, ഇത് പെങ്ങള്, അത് ജ്യേഷ്ഠൻ, അത് അനുജൻ, നാളെ എനിക്ക് പോയി കിടക്കേണ്ട സ്ഥലം. ഇത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ നന്നാക്കാൻ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. അവന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ സമദാനിമാരുടെ പ്രസംഗം വേണ്ട. അവന് പിന്നെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രസംഗം വേണ്ട, കാസറ്റ് വേണ്ട, മൈക്ക് വേണ്ട, സമ്മേളനം വേണ്ട. അവന്റെ ഉള്ളിൽ നിന്നൊരു ഒരു കാളിച്ച ഇങ്ങോട്ട് വരും. പടച്ചവനെ പേടിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് ആപത്താണ്. അതുകൊണ്ട് ഞാനത് ചെയ്യണം, ഞാൻ നമസ്കരിക്കണം, ഞാൻ അല്ലാഹുവിനെ വണങ്ങണം. മരിച്ചാൽ എനിക്ക് ചെന്നിട്ട് മുഖം കാണിക്കേണ്ടത് അവനാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ലോകത്തൊരു വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത്, വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത്, ഒരു വഴിപോക്കൻ അല്ലെങ്കിൽ ഒരു അപരിചിതൻ. നീ ഒരിക്കലും ഇവിടെ എന്നും തങ്ങുമെന്ന് വിചാരിക്കരുത്. കോട്ടക്ക ചന്തക്ക് പോയവൻ ചെങ്കട്ടിക്ക് തങ്ങുമെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ലക്ഷ്യം കോട്ടക്ക ചന്തയാണ്. ചെങ്കട്ടി പോണ വഴിക്കുള്ള വഴി മാത്രമാണ്. ചെങ്കട്ടിക്ക് പോയിട്ട് ഇവിടെയൊക്കെ ഞാൻ പോകുന്ന ചെങ്കട്ടിക്ക് എങ്ങനെ കൂടിയാലോ? അതൊരു വിവരമില്ലാത്ത ഏർപ്പാടാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു താവളം മാത്രമാണ് ചങ്കുവെട്ടി. അതൊരു ഇടത്താവളം മാത്രമാണ്, ഒരു വിശ്രമസ്ഥലം മാത്രമാണ്. അവന്റെ ലക്ഷ്യം അങ്ങകലെയാണ്. അത് ഓർത്തുകൊണ്ട് വേണം ജീവിക്കാനെന്ന് ഓരോ ദിവസവും അല്ലാഹുവിന്റെ റസൂല് പരലോകത്തിൽ നിന്നും മരണത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും അഭയം തേടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹുവിൻ